നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 29-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ മറക്കാതെ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിനാൽ തന്നെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാകും നിയന്ത്രണം. KSEB ഉന്നതതല യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. വൈദ്യുതി വിതരണം തടസ്സരഹിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപഭോക്താക്കളുടെ സഹകരണം KSEB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പീക്ക് അവറിൽ, അതായത് വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ വൈദ്യുത വാഹനങ്ങളുടെ ചാർജിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി പകൽ സമയത്തേക്ക് അത് ക്രമീകരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ AC ഉപയോഗിക്കുമ്പോൾ താപനില 24-നും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ട് ക്രമീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ രാജ്യത്തെ LPG ബുക്കിംഗ് നിയമങ്ങളിലൊക്കെ തന്നെ മെയ് 1-ാം തീയതി മുതൽ നിലവിൽ പുതിയ മാറ്റങ്ങളൊക്കെ തന്നെ വരികയാണ്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് തുടങ്ങിയ എണ്ണ വിതരണ കമ്പനികൾ വിതരണ സംവിധാനങ്ങളൊക്കെ തന്നെ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ നീക്കം. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ്. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർ അടുത്ത ബുക്കിങ്ങിനായിട്ട് കുറഞ്ഞത് 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. വിതരണം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായിട്ട് ഡെലിവറി ഒതൻറ്റിക്കേഷൻ കോഡ് DAC അഥവാ OTP സംവിധാനം ഇനി മുതൽ കർശനമാക്കും. ഇതുകൂടാതെ ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കാത്തവർക്ക് ബുക്കിംഗ് തടസ്സപ്പെടാനും അതുപോലെ തന്നെ സബ്സിഡി മുടങ്ങാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ LPGക്ക് പകരമായിട്ട് PNG പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. PNG ലഭ്യമായ ഇടങ്ങളിൽ 3 മാസത്തിനകം കണക്ഷൻ മാറേണ്ടി വരും. PNG എടുത്തവർ 2 ആഴ്ചയ്ക്കകം തങ്ങളുടെ LPG കണക്ഷനുകൾ സറണ്ടർ ചെയ്യണമെന്നും സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിലെ വാഹന ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ പകുതിയായി കുറച്ചുകൊണ്ട് അടയ്ക്കാനുള്ള ആംനസ്റ്റി പദ്ധതിയുടെയൊക്കെ തന്നെ കാലാവധി അവസാനിക്കുകയാണ്. 2024 ഡിസംബർ 31-ന് മുൻപായി മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ചുമത്തിയിട്ടുള്ള ചെല്ലാനുകൾക്ക് ഈ ഇളവ് ബാധകമാണ്. ഏപ്രിൽ 30-നകം അപേക്ഷ നൽകി 50% തുക മാത്രം പിഴയായിട്ട് അടച്ച് നടപടികൾ ഒഴിവാക്കാവുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. 2 ദിവസം മാത്രമാണ് ഇനി ശേഷിക്കുന്നത് എന്നതിനാൽ തന്നെ വലിയ തുക പിഴയായിട്ട് കെട്ടിവെക്കേണ്ടി വന്നവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് സുമംഗലി പദ്ധതി വഴി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നുണ്ട്. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേനയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാഴ്സി, ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകും. കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പദ്ധതി അത് വലിയൊരു ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് ലഭിക്കുക. 6% പലിശ നിരക്കിലാണ് തുക അനുവദിക്കുന്നത്. വസ്തുജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് തന്നെ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ അനുവദിക്കുന്നത്. വായ്പയ്ക്കുള്ള അപേക്ഷാ ഫോം കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.ksmdfc.org എന്ന വിലാസത്തിൽ ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ടമായിട്ടുള്ള മെയ് മാസത്തെ വിതരണത്തിനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. എന്നാൽ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്കും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഗുണഭോക്താക്കളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. മറിച്ച് മുൻപ് ഒരിക്കൽ പോലും ഇത് സമർപ്പിക്കാത്തവർ മാത്രമാണ് ജൂൺ മാസം 30-നകം ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ നിർദ്ദേശം ബാധകമാകുന്നത്. അതേസമയം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. ഡിസംബർ മാസം അവസാനിക്കേണ്ട കാലാവധി സർക്കാർ ജൂൺ വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും നിശ്ചിത സമയത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ അർഹത അത് റദ്ദാക്കപ്പെട്ടേക്കാം.
കൂടാതെ മസ്റ്ററിംഗ് ചെയ്യാൻ വിട്ടുപോയവർക്ക് എല്ലാ മാസവും 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത് പൂർത്തിയാക്കിക്കൊണ്ട് തടസ്സപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റാവുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ്ങിൻ്റെ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അത് അല്പം കൂടി വൈകുമെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഒരുമിച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4 മുതൽ വിതരണവും ആരംഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെ വിഹിതം ഏപ്രിൽ 30 വരെയും മെയ് മാസത്തേത് മെയ് 30 വരെയും വാങ്ങാമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പല റേഷൻ കടകളിലും 2 മാസത്തെയും വിഹിതം ഒരേ സമയം എത്താതിരുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. സാധനങ്ങൾ വാങ്ങാനെത്തിയ പലരും നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ റേഷൻ വിതരണം പൂർത്തിയാകാത്തതിനാൽ തന്നെ കാർഡ് ഉടമകൾക്ക് വിഹിതം നഷ്ടമാകാതിരിക്കാനായിട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഘടകം ആവശ്യപ്പെട്ടു. ഏപ്രിൽ മാസത്തിൽ റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് മെയ് മാസത്തിൽ പോസ്റ്റ് മെഷീൻ വഴി അത് ലഭ്യമാക്കാനുള്ള ക്രമീകരണം ഒരുക്കണമെന്നാണ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇരട്ട ഇടിവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഏപ്രിൽ 28-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഗ്രാമിന് 165 രൂപയും പവന് 132 രൂപയും കുറഞ്ഞു. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,025 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 1,12,200 രൂപയുമായിരുന്നു വില. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,925 രൂപയും പവന് 800 രൂപ കുറഞ്ഞ് 1,11,400 രൂപയുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.